നമ്മൾ അനുദപിക്കേണ്ടത് കുമ്പസാരിക്കാൻ വേണ്ടിയാണ് കത്തോലിക്കര്. അതല്ല ഉദ്ദേശം, അതല്ല. അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. സുവിശേഷം എന്താണ് പറയണത്? അനുദപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ സുവിശേഷം നമുക്ക് നൽകണത് അതനുസരിച്ച് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ നടപടിക്രമം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ദൈവരാജ്യം സമീപിച്ച് നമ്മൾ ദൈവരാജ്യത്തിലാകുകയാണ്. ദൈവത്തിനാണ് പ്രാധാന്യം കിട്ടേണ്ടത്. അപ്പം നമ്മൾക്ക് ഒരു അടയാളം കിട്ടിയിട്ട് ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, അടയാളങ്ങൾ കണ്ടതുകൊണ്ടാണ്, അപ്പം കഴിച്ച് തൃപ്തരായത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ള വചനമില്ല ഈശോയുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അപ്പം ഒക്കെ ഒരു അടയാളമാണ്. ശരിക്കും പറഞ്ഞാൽ എന്തിൻ്റെ അടയാളമാണ്? ദൈവരാജ്യം വന്ന് പുലർന്നു കഴിഞ്ഞതിൻ്റെ അടയാളമാണ്. കാര്യം ശക്തിയിലാണ് ദൈവരാജ്യം വരണത്. ശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? ശക്തിക്ക് എപ്പോഴും അടയാളം ഉണ്ടാകും. അപ്പം ശക്തിയുടെ അടയാളമാണ് ഈശോ പറയണത്. ശക്തിക്ക് ഇപ്പോൾ രോഗസൗഖ്യം നടക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ശക്തിയുടെ അടയാളമാണ്. പക്ഷേ ശക്തി എന്തിൻ്റെ അടയാളമാണ്? ശക്തിയുടെ അടയാളമല്ല, ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ്. ഇപ്പം അടയാളം കാണിക്കണത് എന്തിൻ്റെയാണ്? ദൈവരാജ്യത്തിൻ്റെയാണ്. അപ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിൻ്റെയാണ്? ശക്തിക്കാണ്. പക്ഷേ ശക്തി എന്തിൻ്റെതാണ്? ദൈവരാജ്യത്തിൻ്റെതാണ്. അപ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞതിൻ്റെ അടയാളമായിട്ടാണ് ഇതുപോലെ അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും നടക്കുന്നത്. അടയാളം അന്വേഷിക്കുന്നവർ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, ദൈവത്തേക്കാൾ പ്രാധാന്യം ദൈവത്തിൻ്റെ അടയാളങ്ങൾക്ക് കൊടുക്കും. കാര്യം സത്യസന്ധമായിട്ടാണ് വിശ്വാസം ആൾക്കാർ സ്വീകരിക്കണമെങ്കിൽ അത് അടയാളം കണ്ടിട്ടാണ് ആൾക്കാർ സ്വീകരിക്കുന്നത്. പക്ഷേ അടയാളങ്ങളിലല്ല കാര്യം ഇരിക്കുന്നത്, ശക്തിയിലാണ്. എന്നാൽ അതിനെ പ്രതിനിധീകരിക്കുന്ന ശക്തിയിലാണ്. എന്നാൽ ശക്തിയല്ല കാര്യം ഇരിക്കുന്നത്. എന്തിനാണ്? ദൈവരാജ്യത്തിലാണ്.